ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദൈവം നമുക്ക് നോമ്പുകാലം നൽകിയിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ പുതിയ ചൈതന്യം നിറയ്ക്കാൻ, പുതിയ അഭിഷേകം നിറയ്ക്കാൻ, തെറ്റുകളൊക്കെ തിരുത്തി ദൈവത്തിൻ്റെ മനുഷ്യരാകാൻ വേണ്ടി ദൈവം തന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ നോമ്പുകാലത്തിലെ ദിവസത്തെ ധ്യാനിക്കുന്നത് കാനായിലെ കല്യാണ വീടിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ 6 കൽഭരണികളിലും അവർ വെള്ളം നിറച്ചു. ആ വീഞ്ഞാണ് അവരുടെ പ്രശ്നത്തിന് പരിഹാരമായത്. ഈ നോമ്പുകാലത്ത് ദൈവം നമുക്ക് 6 ആഴ്ചകളാണ് നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ത്യാഗങ്ങളും പുണ്യങ്ങളും ഉപവാസവും ഒക്കെ നടത്തി നമ്മുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട അഭിഷേകം, അനുഗ്രഹം ഈ 6 ആഴ്ച കൊണ്ട് നിറച്ച് വീര്യമുള്ള വീഞ്ഞായി തീരുന്ന മനുഷ്യരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും വെള്ളമാണ്. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? ആ വെള്ളത്തിന് മണമില്ല, പ്രത്യേക രുചിയില്ല, പ്രത്യേക കളറുമില്ല. നമ്മുടെ കയ്യിലുള്ളതിൻ്റെയൊക്കെ പ്രത്യേകത ഇതാണ്. അതിന് വലിയ കളറോ അതിന് വലിയ രുചിയോ അതിന് വലിയ മണമോ ഒന്നുമില്ല. നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളൊക്കെ പരിശ്രമിച്ചാൽ ഇത്രയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ദൈവം ഇടപെട്ടു. കാരണം അവർക്ക് ആ കാനായിലെ കല്യാണ വിരുന്നില് ഉണ്ടാകേണ്ടത് വീഞ്ഞാണ്, വെള്ളമല്ല ഉണ്ടാകേണ്ടത്, വീഞ്ഞാണ് ഉണ്ടാകേണ്ടത്. വീഞ്ഞിന്റെ പ്രത്യേകത എന്താ? അതിന് പ്രത്യേക മണമുണ്ട്, അതിന് പ്രത്യേക രുചിയുണ്ട്, അതിന് പ്രത്യേക കളറുണ്ട്. അത് ദൈവത്തിന്റെ ഇടപെടലിലൂടെയാണ് അവർക്ക് ഈ വീഞ്ഞ് ഉണ്ടായത്. ഈ 6 ആഴ്ചകൾ നമ്മൾ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കണം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഇന്ന് മനുഷ്യന്റെ തീക്ഷ്ണതയൊക്കെ നഷ്ടപ്പെട്ടു. കാരണം ചുറ്റുവട്ടങ്ങളിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് അവർക്കുണ്ടായത്. ഇനി എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ ഈ പ്രശ്നമുണ്ടാകാൻ ഒരു കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ അതിങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയത്. വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവമുണ്ടായിരുന്നില്ല. അവിടെ മാതാവുണ്ട്, ബാക്കി കുടുംബാംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ശരിക്കും കളർഫുൾ ആണ്. അവരവർക്കു എല്ലാം ഭംഗിയായിട്ട് പൊക്കോളും എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ ദൈവം വന്നത് എപ്പോഴാണ്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിനെയും ശിഷ്യന്മാരെയും വിരുന്നിനാണ് ക്ഷണിക്കപ്പെട്ടിരുന്നത്. വിരുന്നിന്റെ പ്രത്യേകത എന്താ? വിരുന്നുണ്ണാൻ വരുന്നവരുടെ പ്രത്യേകത എന്താ? വിരുന്നുണ്ടിട്ട് അവര് പോവുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോഴവർക്ക് മനസ്സിലായി ആരംഭത്തിൽ ദൈവമില്ലായിരുന്നു. ദൈവം വന്നത് വിരുന്നിന് വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ മാതാവാണ് പറയുന്നത്, മക്കളെ, പ്രശ്നം തീരണമോ? ദൈവം കൂടെ നിൽക്കണം. നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ നോമ്പുകാലത്തിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ദൈവം കൂടെ നിൽക്കണം. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവം കൂടെ നിന്നാൽ ആ ജീവിതത്തിന് നിറമുണ്ടാകും, ആ ജീവിതത്തിന് അഭിഷേകമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, ദൈവകൃപയൊക്കെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ നീങ്ങണം. മനുഷ്യന്റെ പദ്ധതികളിലും മനുഷ്യന്റെ പ്ലാനുകളിലും ഒക്കെ ഒരുപാട് കുറവുണ്ടെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. എന്നാൽ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ കുറവുകളും നമ്മുടെ എല്ലാ പോരായ്മകളും മാറ്റി നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റും. ഇനി ആ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമില്ലേ? അവിടെ ആകെ 6 കൽഭരണികളെ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദ നിയമം അനുസരിച്ച് പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ 7 ആകണം. അതെപ്പോഴാണ് 7 ആയത്? ദൈവം വന്നു കഴിഞ്ഞപ്പോൾ. നമ്മളൊക്കെ അപൂർണരാണ്. നമ്മളൊക്കെ എന്തുമാത്രം കഴിവുണ്ടെങ്കിലും എന്തുമാത്രം ബുദ്ധിപരമായിട്ട് നമ്മൾ വളർന്നാലും നമ്മുടെയൊക്കെ കഴിവുകളിലും ബുദ്ധിപരമായ ചിന്തകളിലും ഒരുപാട് കുറവുണ്ട്. ദൈവം വരുമ്പോഴാണ് അവിടെ പൂർണ്ണതയുണ്ടാകുന്നത്. നമ്മള് ബാബേൽ ഗോപുരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലേ? ബാബേൽ ഗോപുരം മനുഷ്യന്റെ കഴിവ് കൊണ്ട് ഉയർത്താവുന്നിടത്തോളം ഉയർത്തി. പക്ഷെ ദൈവം ഇറങ്ങി വന്നത് എവിടുന്ന? അതിനേക്കാളും മുകളിൽ നിന്ന്. മനുഷ്യന്റെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ എന്തുമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താലും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നവനാണ് ദൈവം എന്നുള്ള പാഠം നമ്മളെ ചിന്തിപ്പിക്കുകയാണ്.
അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം, ദൈവം ഉണ്ടാവട്ടെ, ദൈവത്തോട് ചേർന്ന് നിന്ന് ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിന്ന് ഉപവസിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഇട വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാനായിലുള്ളതുപോലെ ഈ 6 ആഴ്ച കൊണ്ട് നമ്മുടെ ശൂന്യമായ കൽഭരണികളൊക്കെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും നന്മയുടെയും ഒക്കെ വീഞ്ഞുകൊണ്ട് നമുക്ക് നിറയ്ക്കാൻ സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം.